മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും കുരുക്ക് മുറുകുകയാണ്. മാസപ്പടി കേസിൽ CMRL MD വീണ്ടും ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് എത്തുമ്പോൾ കൂടുതൽ കുരുക്ക് മുറുകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും മാസപ്പടി കേസിൽ CMRL MDയെ ED വീണ്ടും ചോദ്യം ചെയ്യുമെന്നും വീണ വിജയനെ എപ്പോൾ വേണമെങ്കിലും ED ചോദ്യം ചെയ്തേക്കാമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാസപ്പടി കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL വിവിധ വ്യക്തികളും കമ്പനികളുമായി 135 കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്യും. നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് ED വാദം. EDക്കെതിരെ ശശിധരൻ കർത്തയും 3 ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ പരിഗണിക്കുള്ളൂ. കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്നാവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത്. CMRL വിവിധ വ്യക്തികളും കമ്പനികളുമായി 135 കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി കേസിൽ കുരുക്കുമുറുക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് ED. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത, CMRLലെ മറ്റ് 3 ഉദ്യോഗസ്ഥർ എന്നിവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കൂടുതൽ പേരെ ED ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ശശിധരൻ കർത്തയ്ക്ക് ചോദ്യം ചെയ്യലിനെത്താൻ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് കർത്തയുടെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. കർത്തയെയും CMRL ഉദ്യോഗസ്ഥരെയും മണിക്കൂറുകളോളമാണ് ED ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള EDയുടെ നീക്കം. ചോദ്യം ചെയ്യൽ തടയണമെന്ന ഹർജിയിൽ ഇത് പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് EDയുടെ തിരക്കിട്ട നീക്കത്തിന് പിന്നിലെ കാരണം. EDക്കെതിരെ ശശിധരൻ കർത്തയും 3 ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി വരും ദിവസങ്ങളിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ആ സമയത്തിനുള്ളിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ തന്നെയാണ് EDയുടെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും മാസപ്പടി കേസിൽ CMRL MDയെ ED വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നും വീണ വിജയനെ എപ്പോൾ വേണമെങ്കിലും ED ചോദ്യം ചെയ്തേക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.